നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ടിന്നിന്റെ അടപ്പെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിനി ഒരു പാനിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സബോള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. മസാല മണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മുട്ട ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മസാലക്കൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ച് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത ബ്രെഡ് നടുവേ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാം. ഒരു സൈഡിലേക്ക് നമ്മുടെ മസാലക്കൂട്ടും ഒരു സൈഡിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഓരോന്നും ഇതിന്റെ മുകളിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ കലക്കി വെച്ച മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നല്ല ചൂടായ എണ്ണയിലേക്ക് മുരിച്ചെടുക്കണം. അപ്പം ഇങ്ങനെല്ലാം ഒന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ അടിപൊളി സ്നാക്സ്.